ഗായ്സ്, അപ്പോൾ ഇന്നത്തെ കോഴി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാം തട വെച്ച കോഴിക്കുഞ്ഞുങ്ങളെ പറ്റി അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. മുട്ട വെച്ച അത്രയും കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിക്കതും മഞ്ഞ കുട്ടന്മാരായിരുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു ചെറിയ കൂടിലാണ് കേട്ടോ. അവർക്ക് ചിക്കാനോ അവർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളൊരു വലക്കൂടിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ താഴെയൊക്കെ ഇഷ്ടംപോലെ മണ്ണാണ്. അപ്പോൾ അവർക്ക് ഓടി നടക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു കൂട്ടിലോട്ടാക്കി. അപ്പോൾ നമ്മളതിലുള്ള കൂടിൽ ഏറ്റവും നല്ലൊരു കൂടാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീഡിയോസിലും മറ്റുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് ചെതലാണെന്ന്. അങ്ങനെ ചെതൽ എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ അടക്കുന്ന ഒരു വലിയ മരം. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും കുറേ ചെതലിൻ്റെ പുറ്റുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും വെറും മണ്ണ് മാത്രമായിരുന്നു കേട്ടോ കണ്ടത്. ചെതലൊന്നുപോലും കാണാനില്ല. പിന്നെ ആ ഒരു നിരാശയോടെ ഞാൻ പിന്നെ മടങ്ങാമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മളുടെ ആ ഒരു ചെതൽ അന്വേഷണം ഇവിടെ നിർത്തുന്നില്ല. അങ്ങനെ അടുത്ത് കണ്ടുപിടിക്കുമെന്നുള്ള ഒരു ഇതിലാണെങ്കിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് മടങ്ങി. അടുത്തൊരു സ്ഥലം എൻ്റെ തലയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ തന്നെ 2 ഷെഡായിട്ടാണ് അപ്പാപ്പ തിരിച്ചിട്ടുണ്ടായിരുന്നത്, വിറവൊക്കെ ഒതുക്കി വയ്ക്കാൻ. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ മണ്ണ് പോലും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബട്ടർഫ്ലൈനെ കണ്ടത്. പിന്നെ അതിൻ്റെ പിറകോട്ട് പോയി. നമ്മൾ കോഴിക്കോട്ടിൻ്റെ അവിടെയൊക്കെ ചെതലുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയപ്പോഴാണ് ഇതാ കോഴിക്കോടിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇഷ്ടം പോലെ ചെതലുകൾ മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അതൊന്നും ഞാനാണെങ്കിൽ ഇതുപോലെ എടുക്കാനൊന്നും നിന്നില്ല. കോഴിക്കോട് എപ്പോൾ വേണം പൊട്ടി വീഴാം. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മടങ്ങി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഒരു മരം കണ്ടു കേട്ടോ, പഴുത്ത ഇലകളായിട്ട് നിൽക്കുന്നത്. പിന്നെ വെളിനാട്ടിലൊക്കെ ഇതുപോലെ ഇലകളൊക്കെ തൊഴിഞ്ഞു വീഴുന്ന കാണാൻ എന്ത് രസമാണ്. അപ്പോൾ പിന്നെ ആ ഒരു മരവും കൂടെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി. ചെതൽ കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് ചെതൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ബുദ്ധി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു തൊണ്ടെടുത്ത് അതിലെന്തോലെ തൊണ്ട് പിന്നി എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചില തൊണ്ടുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരുന്നു പിന്നി എടുക്കാൻ. എന്നാലും ഞാൻ വിട്ടില്ല, അതിനെയൊക്കെ പിടിച്ച് അങ്ങ് പിന്നി. അങ്ങനെ കുറച്ച് തൊണ്ട് പിന്നെ എടുത്തു. പിന്നെ അടുത്ത് ചൂട്ടാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഓലയിൽ നിന്ന് കുറച്ച് ചൂട്ടും എടുത്തു. ഉണങ്ങിയ ചൂട്ടാണ് എടുക്കേണ്ടത്. പിന്നെ അതും എടുത്തിട്ട് പിന്നെ അടുത്ത് അമ്മാമ്മയുടെ വീട്ടിൻ്റെ സൈഡിൽ കുറച്ച് കൊതുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോയി കുറച്ച് കൊതുമ്പും എടുത്തു. നമ്മൾ പിന്നെ അവിടെ കിടന്ന് അത്ര ചൂട്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ പണിശാലയിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ കൊതുമ്പാണെങ്കിൽ അവിടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ വിളയിൽ മിക്കവാറും കാണാവുന്നതായിട്ടുള്ള കരിയിലയാണ് കേട്ടോ. അത് ഇഷ്ടംപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത് കാർഡ്ബോർഡും കൂടെ വേണമായിരുന്നു. അപ്പോൾ കാർഡ്ബോർഡ് നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാർഡ്ബോർഡും പിച്ചിയിട്ടു. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ കുത്തി നിറയ്ക്കുവാണ്. എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കുത്തി നിറയ്ക്കുന്നത്. അപ്പോൾ ചൂട്ടൊക്കെ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിനെ മടക്കിയൊക്കെ സെറ്റാക്കി വെച്ചു. അടുത്തതായിട്ട് നമുക്ക് നല്ല മണ്ണാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇച്ചിരി മണ്ണും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കതും നനവുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചിതൽ കാണാറായിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓലമടലില്ലേ, അതൊക്കെയാണെങ്കിൽ വെള്ളം നനച്ച് വെച്ചാൽ ചെതൽ വരുന്നതാണ് എന്നൊക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിവരം അറിഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇറമ്പൊന്നും വരാത്ത സ്ഥലത്ത് നമ്മൾ കമത്തി വയ്ക്കണം. കോഴിയൊക്കെ കിണ്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കല്ലെടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട്. ഭാരമായിട്ടുള്ള എന്തെങ്കിലും ആണ് എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറയുന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാനാണ് കേട്ടോ, അതായത് ഒരു ദിവസം. അപ്പോൾ ഞാനാണെങ്കിൽ അടുത്ത ദിവസമാണെങ്കിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ ആ ഒരു കല്ലൊക്കെ എടുത്തൊന്ന് മാറ്റി. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വയ്യായിരുന്നു കേട്ടോ, ചെതൽ വരുമോ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരിത്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ചെതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പാപ്പ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെതലൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അപ്പാപ്പ കണ്ടുപിടിച്ച ചെതലാണ് കേട്ടോ ഇത്. തേടിയ വള്ളി കാലി ചുറ്റി എന്നോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ ചെതലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് വിചാരിച്ചു, അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി ചെതൽ ബിരിയാണി കൊടുത്തിട്ട് ബാക്കി അത്രയും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എല്ലാ ചെതലുകളൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ കടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്ര വേനിച്ചില്ല, അത്ര കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റായിട്ട് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ചെതലൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റ് വിരിയിച്ചിറക്കിയ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ നമ്മൾ ആദ്യം ചിതൽ ബിരിയാണി കൊടുത്തത്. പിന്നെ രണ്ടാമത് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞിന് രണ്ടാമത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അവർ വേഗം തന്നെ കൊത്തിപ്പറക്കി കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇതായി. അപ്പോൾ ഇനിയും ചെതൽ കൃഷി നടത്തണമെന്ന് എനിക്കൊരു ഇത് തോന്നി കേട്ടോ. അപ്പം രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അവരും കഴിച്ചു. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഫുഡ് കൊടുക്കണം. കൂടാതെ ഇതൊക്കെ നല്ല തീറ്റ ചിലവ് കുറയ്ക്കുന്ന ഐറ്റങ്ങളാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ ചെതലൊക്കെ തിരഞ്ഞു പിടിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു ചെതലിൽ ഇതുപോലെ ചെതൽ പുറ്റും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും അടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ് പണി. അപ്പോൾ അടുത്ത് ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് വീണ്ടും അടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ പോയി കാണണേ. കുറച്ച് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ആ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പച്ചവെള്ളമാണ് കൊടുക്കുന്നത് അവർക്ക് കുടിക്കാനായിട്ട്. ഇന്നത്തെ ഈ ഒരു പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.